ഇത് കണ്ടോ, എൻ്റെ വീട്ടിലെ തുണികൾ ഞാൻ ഇപ്പോൾ 2 ദിവസത്തെ കൊണ്ടിട്ടേക്കുന്നത് കേട്ടോ. ഇനി കൃത്യമായിട്ട് ഇത് മടക്കി വയ്ക്കണം. അപ്പോൾ ഇത് മടക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എളുപ്പത്തിന് നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ മടക്കി ബുദ്ധിമുട്ടാതെ, പിന്നെ കുറേ വേസ്റ്റ് തുണികൾ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും മുക്കിലും മൂലയിലൊക്കെ നമ്മൾ കളയാണ്ട് നമുക്കതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് വെച്ചിട്ട് കുറേ തുണികളുണ്ടാവും. അതെങ്ങനെയാണ് ഒതുക്കി വയ്ക്കേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ അതാ കണ്ട, തുണികൾ മടക്കാനുള്ളൊരു വിദ്യയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ വേസ്റ്റ് സാധനങ്ങളുണ്ടല്ലോ, കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങൾ, അത് ഒരു 4 എണ്ണം വേണം. ഒരു കത്രിക വേണം, കത്രിക ചെറുതായാലും മതി കേട്ടോ. പിന്നെ ഒരു ടേപ്പ്, ഇതിലേത് വേണമെങ്കിൽ എടുക്കട്ടെ. ഇത് ഇത്തിരി പശ കൂടിയതാണ്, കാരണം നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല മുറിക്കാനായിട്ട്. ഇത്തിരി പശ കുറയണമെങ്കിൽ അതാ നല്ലത്. ഈ പേപ്പർ പോലത്തെ ഒരെണ്ണം കിട്ടും, അതാ നല്ലത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതാ ഇതുപോലെ 2 കാർഡ്ബോർഡ് എടുക്കുക, ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കാണിക്കാം കേട്ടോ. ഇതാ ഈ സെല്ലോ ടേപ്പ്, ഈ ടേപ്പ് ഉണ്ടല്ലോ, ഈ കനം കുറയണമെങ്കിൽ തന്നെ ഇത്തിരി വല്ലാണ്ട് പശ കൂടി, അതാണ് വലിയ പാടാണ്. കയ്യും വന്ന് ഇങ്ങോട്ട് പോരുന്നില്ല. ഇതാ ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ 3 സൈഡിലും ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തുണി മടക്കാൻ നോക്കാം. തുണികൾ മടക്കട്ടോ, ചെറിയ തുണികൾ മടക്കാനാണ് ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കൈയൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഇവിടെ മടക്കാം, ഇങ്ങനെ മടക്കാം, ഇങ്ങനെ വീണ്ടും. അടുത്തൊരു ഷർട്ട് മടക്കി കാണിക്കാം. ഷർട്ട് എടുക്കുമ്പോൾ പിന്നീട് ഇസ്തിരി പെട്ടി അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വയ്ക്കാം. അതിന് ശേഷം ഇങ്ങനെ മടക്കാം, പിന്നെ അതിന് ശേഷം ഇങ്ങനെ മടക്കാം. അത്യാവശ്യം ഇങ്ങനെ നമുക്ക് കറക്റ്റാക്കി വെച്ചാൽ മതി. അതിന് ശേഷം ഇങ്ങനെ മടക്കാം. അത്യാവശ്യം പെട്ടെന്ന് മടക്കാൻ പറ്റട്ടെ. ഞാനിപ്പോൾ വീഡിയോ എടുക്കണ കാരണം പെട്ടെന്ന് നമുക്ക് മടക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇത്രേ ഉള്ളൂ കാര്യം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് തോന്നും ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും, പക്ഷേ അടിപൊളിയാണ്. കൊച്ചു പിള്ളേരുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ മടക്കി നമുക്ക് വയ്ക്കാം. ഇതുപോലെ കണ്ടോ, ഉടയാത്ത വളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയാൻ വെച്ചിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. ഇതുപോലെ ഷാളുകൾ കണ്ടോ, ഇതുപോലെ നോക്കേ പെട്ടെന്ന് ഷാളൊന്നും മടക്കി വയ്ക്കുന്ന ആൾക്കാരുണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് മടക്കാനോ ഇതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ വളരെ ഉള്ളിലോട്ടിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ അവിടെ ഇരുന്നോളൂ. നമുക്കൊരു കവറിലിട്ട് വെച്ചാലും മതി. കണ്ടോ, ഇതാണ് ഒരു ടിപ്പിട്ടാ. അപ്പോൾ കണ്ടോ, ഷാളുകളൊക്കെ ഇതുപോലെ എടുത്ത് വയ്ക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിച്ചു വാരിയിട്ട് നമുക്ക് പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അടുത്ത് ഒരു ടിപ്പ് കൂടി കാണാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് തുണികളൊക്കെ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടാത്ത ലെഗിൻസിലൊക്കെ ഇതുപോലെ കെട്ടി വെച്ചാൽ നമുക്ക് സോഫയുടെ സൈഡിലിടാനോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ തലയ്ക്ക് വെച്ചാലും എടുക്കാം. കണ്ടോ, നല്ല ഭംഗിയിൽ ഒന്ന് നമ്മൾ ഭംഗിയാക്കിയാൽ മതി. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കണ്ടോ, ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പഴയ ലെഗിൻസിൽ തന്നെ പൊതിഞ്ഞിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ നമുക്കതൊരു ഉപകാരപ്പെടും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വെറുതെ ഇരിക്കണേലും മടിയിൽ വെച്ചിരിക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.